കോട്ടയം ജില്ലയിൽ വികസന കുതിപ്പിന് ശക്തി പകരുകയാണ് കിഫ്ബി. കോട്ടയം മെഡിക്കൽ കോളേജിൽ 288 കോടിയുടെ വികസന പ്രവർത്തനം ഉൾപ്പെടെ നിരവധി പദ്ധതികൾ പൂർത്തിയായി. റോഡുകൾ, പാലങ്ങൾ തുടങ്ങി നിരവധി വികസനങ്ങൾ ജില്ലയിൽ സാധ്യമായിട്ടുണ്ട്. സംസ്ഥാനത്താകെ കിഫ്ബി വഴി വലിയ വികസന കുതിപ്പാണ് നടക്കുന്നത്. അതിന് ചുവടുപിടിച്ച് കോട്ടയം ജില്ലയിലും ധാരാളം വികസന പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന വൈക്കം താലൂക്ക് ആശുപത്രിയുടെ ബഹുനില കെട്ടിട നിർമ്മാണത്തിനായി 85 കോടി രൂപയുടെ വികസന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. അത്യാധുനിക കെട്ടിടം, അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനം അടക്കം വൈക്കം താലൂക്ക് ആശുപത്രിയിൽ നടത്തുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ 288 കോടിയുടെ വികസന പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. സർജിക്കൽ ബ്ലോക്കിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിർവഹിച്ചിരുന്നു. മറ്റ് വികസന പദ്ധതി, സ്കിൻ ബാങ്ക്, അതോടൊപ്പം കാത്തലാബ് വികസനം, ശിശുപരിപാലന വികസനം അടക്കമുള്ള വിവിധ പദ്ധതികൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടപ്പിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുമരകത്തെ പ്രധാന യാത്രാ പ്രതിസന്ധിയായിരുന്ന കോണത്താറ്റ് പാലം 29 കോടി രൂപയുടെ നിർമ്മാണ ചെലവിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടൂറിസം വികസനത്തിന് അത് വലിയ കുതിപ്പാകുമെന്നാണ് കരുതപ്പെടുന്നത്. അതോടൊപ്പം കുമരകത്തെ ഗ്രാമവികസന പദ്ധതികളുടെ ഭാഗമായി ചീർപ്പുങ്കൽ വികസന പദ്ധതി, അതോടൊപ്പം മലരിക്കൽ ആമ്പൽ വസന്ത വികസന പദ്ധതി എന്നിങ്ങനെ നിരവധി പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. വൈക്കത്ത് തന്നെ മറ്റൊരു തിയേറ്റർ സമുച്ചയത്തിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രിയുടെ വികസനം, നിരവധി റോഡുകളുടെ വികസനം എന്നിവയടക്കം ജില്ലയിൽ നിരവധി പദ്ധതികൾ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. എല്ലാ മണ്ഡലത്തിലും മലയോര ഹൈവേ അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും അതിൻ്റെ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാ മണ്ഡലങ്ങളിലും അതിൻ്റെ പ്രതിഫലനം ലഭിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ജില്ലയിൽ കിഫ്ബി വഴി വലിയ വികസന കുതിപ്പാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.